കാനഡയിലുള്ള അൺഡോക്യുമെൻ്റ് ആയിട്ടുള്ള 6000 പേർക്ക് PR കൊടുക്കാൻ തീരുമാനിച്ചു. കാനഡയിലെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള മാർക്ക് മില്ലർ 2 ദിവസം മുമ്പ്, അതായത് മാർച്ച് 7 വെള്ളിയാഴ്ച കൂടിയ ഒരു പൊതുസമ്മേളനത്തിനാണ് അദ്ദേഹം ഈ തീരുമാനം ജനങ്ങളോട് പറഞ്ഞത്. ആ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Back in 2021, the Liberals pledged to, quote, explore ways of regularizing status for undocumented workers who are contributing to Canadian communities. But Prime Minister Justin Trudeau never gave that promise a timeline. On Friday, Immigration Minister Mark Miller said that time has come. With tariffs being imposed, we are making sure that we are adapting to the reality of the economic uncertainty that we are all facing as a country. But in this context, this type of program makes a hell of a lot of sense. It'll make sure that a lot of people can work in dignity for a fair wage. IRCCയുടെ കണക്കുകൾ പ്രകാരം അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ കാനഡയിൽ അൺഡോക്യുമെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് 20,000 തൊട്ട് 5 ലക്ഷം പേരാണ്. ആദ്യം തന്നെ എന്താണ് അൺഡോക്യുമെൻറ്റഡും ഇല്ലീഗലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ഒത്തിരി ന്യൂസുകൾ കാണുന്നതാണ് ട്രംപ് ഇല്ലീഗലായിട്ടുള്ള മൈഗ്രൻസിനെ എല്ലാം പുറത്താക്കുന്നു എന്നുള്ളത്. രണ്ടും രണ്ടാണ്. ആദ്യം ഇല്ലീഗൽ എന്ന് വെച്ചാൽ കാനഡ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ അനുവാദം ഇല്ലാതെയോ അല്ലെങ്കിൽ അവരുടെ സമ്മതം കൂടാതെയോ വരുന്നതിനാണ് ഇല്ലീഗൽ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നുഴഞ്ഞു കയറിയതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ മാർഗത്തിൽ കൂടെ ഒക്കെ ആയിരിക്കും ആ രാജ്യത്ത് എത്തിയിട്ടുണ്ടാകുന്നത്. അവരെയാണ് ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് അൺഡോക്യുമെൻറ്റഡ് ആൾക്കാരെക്കുറിച്ചാണ്. അൺഡോക്യുമെൻറ്റഡ് ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ കാനഡയുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സമ്മതത്തോടു കൂടിയാണ് ആ രാജ്യത്ത് എത്തിയത്. പക്ഷേ അവരുടെ പേപ്പേഴ്സ് എല്ലാം എക്സ്പയറായി. അതായത് ചിലപ്പം വർക്ക് പെർമിറ്റിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അവരുടെ വർക്ക് പെർമിറ്റ് കഴിഞ്ഞിട്ട് അവർക്ക് തിരിച്ചു പോകേണ്ട സമയമായി. പക്ഷേ അവർ തിരിച്ചു പോകാതെ ആ രാജ്യത്ത് തുടരുന്ന ആൾക്കാരെയാണ് അൺഡോക്യുമെൻ്റഡ് ആൾക്കാരെന്ന് പറയുന്നത്. ഈ അൺഡോക്യുമെൻ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം കാനഡയിൽ അറ്റ് പ്രസൻറ്റ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അവരുടെ മുതലാളിമാർ അവരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് അവർ നേരത്തെ വർക്ക് ചെയ്ത് ആ ശമ്പളത്തിലല്ല ഇപ്പോൾ അവർ വർക്ക് ചെയ്യുന്നത്. കാരണം അവർ ഓൾറെഡി അവരുടെ വർക്ക് പെർമിറ്റ് എല്ലാം എക്സ്പയറായി അവരിവിടെ ഇല്ലീഗലായിട്ട് നിൽക്കുകയാണ്. അവർ തിരിച്ചു പോകേണ്ടിയവരാണ്. പക്ഷേ അവർ പോവാതെ ഇവിടെ നിൽക്കുമ്പോൾ അവരുടെ മുതലാളിമാർ, അവരുടെ എംപ്ലോയേഴ്സ് അവർക്ക് നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന ശമ്പളം ആയിരിക്കത്തില്ല ഇപ്പം കൊടുക്കുന്നത്. അതിൻ്റെ പകുതിയോ അതിലും കുറവായിരിക്കും ഇപ്പം കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയാണ് ഈ പറഞ്ഞ ആൾക്കാർ മുഴുവൻ ഇപ്പം കാനഡയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള അൺഡോക്യുമെൻ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പം കാനഡയ്ക്ക് ആവശ്യമുള്ളത് കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ്. നമുക്കെല്ലാം അറിയാം ഇപ്പം കാനഡ എന്ന് പറയുന്ന ഒരു വലിയ ഹൗസിംഗ് ക്രൈസിസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഹൗസിംഗ് ക്രൈസിസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വീടുകളുടെ എല്ലാം വാടക വളരെ കൂടുതലും, മാത്രമല്ല ഒരു വീട് മേടിക്കുന്നതിനൊക്കെ വളരെയധികം കാശ് കൊടുത്തിട്ടൊക്കെയാണ് ഇപ്പോൾ പലരും വീട് മേടിക്കുന്നതൊക്കെ. ഇതിൻ്റെ ഈ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ഗവൺമെൻറ് ചെയ്തേക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 2030 ആവുന്നതിന് മുമ്പ് തന്നെ 60 ലക്ഷം വീടുകൾ പണിയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാനഡയുടെ ഇമിഗ്രേഷൻ മിനിസ്റ്ററായിട്ടുള്ള മാർക്ക് മില്ലർ ഒരു വാർത്താ സമ്മേളനം വഴി അദ്ദേഹം പുതിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള അൺഡോക്യുമെൻ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി അവർക്ക് ഇവിടെ കാനഡയിൽ വീണ്ടും തുടർന്നു പോകാനായിട്ട് അവരുടെ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ളവർക്ക് ഒരു ഡയറക്റ്റ് PR പാത്വേ വഴി ഇവിടെ നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കൺസ്ട്രക്ഷൻ മേഖല എന്ന് പറയുമ്പോൾ ഒരു ഫ്ലോറൊക്കെ പണിയുന്ന ഒരാളോ അല്ലെങ്കിൽ പെയിൻ്റ് അടിക്കുന്ന ഒരാൾക്ക് മാത്രമേ അവസരങ്ങളുള്ളൂ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഒരു വീട് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു അത്ഭുതം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു കുറേ വിഭാഗം ജോലിക്കാർക്ക് ഇതിൽ കൂടി തന്നെ PR കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ ജോലികൾ ഞാൻ ഓരോന്നായിട്ട് ഇവിടെ പറയാം. അപ്പോൾ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഇവിടെ ഉള്ള ഇതിന് എലിജിബിൾ ആയിട്ടുള്ള ഓക്യുപ്പേഷൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് കാണാം കൺസ്ട്രക്ഷൻ മാനേജേഴ്സ് ഉണ്ട്, ഹോം ബിൽഡിംഗ് ആൻഡ് റിനോവേഷൻ മാനേജേഴ്സ് ഉണ്ട്, പിന്നെ അടുത്ത കാറ്റഗറി വരുന്ന സിവിൽ എഞ്ചിനീയേഴ്സ്, പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ടെക്നോളജിസ്റ്റ് ആൻഡ് ടെക്നീഷ്യൻ, കൺസ്ട്രക്ഷൻ എസ്റ്റിമേറ്റേഴ്സ്, പിന്നെ ബാക്കിയുള്ള കുറേ ട്രേഡ് രീതിയിലുള്ള വർക്കേഴ്സാണ്. അതിൻ്റെ എല്ലാം നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. 2023 RBCയുടെ കണക്കുകൾ പ്രകാരം 64,000 കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള വർക്കേഴ്സിനെയാണ് ഇപ്പോൾ ആവശ്യമുള്ളത്. അതേസമയം 2033 ആകുമ്പോൾ അത് 84,000 വർക്കേഴ്സിൻ്റെ ആവശ്യം ഉണ്ടാവും എന്നാണ് അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. മാർക്ക് മില്ലർ അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയുകയുണ്ടായി. അതാണ് നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. അതായത് ഇനിയുള്ള വരുന്ന വർഷങ്ങളിൽ കാനഡയിൽ ഏത് ജോബിനാണോ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ആ ജോബിലുള്ള ആൾക്കാരെ ആയിരിക്കും ഇനി PR കൊടുത്ത് കാനഡയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. അറ്റ് പ്രസൻറ്റ് അദ്ദേഹത്തിൻ്റെ വാക്കുകളനുസരിച്ചിട്ട് പറയുവാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം ഡിമാൻഡ് ഉള്ളത് കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ളതാണ്. കൺസ്ട്രക്ഷൻ ഫീൽഡ് എന്ന് പറയുമ്പോൾ അതിനൊരു പഠിപ്പോ ഇതൊന്നും ഇല്ലാതെ നമുക്ക് ആ ജോലി ചെയ്യാം എന്ന് വിചാരിക്കരുത്. അതിന് വ്യക്തമായിട്ടുള്ളൊരു കോളേജിൽ പോയി പഠിച്ച് ആ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ ആ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഇങ്ങനെയുള്ള ഈ അൺഡോക്യുമെൻ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് PR കൊടുക്കുന്ന കൂടാതെ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഔട്ട്സൈഡ് കാനഡയിൽ നിന്ന് വരുന്ന ആൾക്കാരെ അവരിവിടെ എത്തിയതിന് ശേഷം അവർക്കൊരു ട്രെയിനിങ് ഗവൺമെൻറ് കൊടുക്കുകയും ആ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റ് പെർമിറ്റ് കാറ്റഗറിയിലുള്ള ട്രെയിനിങ് ആയിരിക്കത്തില്ല, അവർക്ക് വർക്ക് പെർമിറ്റിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ട്രെയിനിങ് ആയിരിക്കും. അപ്പം സ്റ്റുഡൻറ്റ് പെർമിറ്റ് സമയത്തുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും അവർക്ക് ബാധകമായിരിക്കത്തേയില്ല. അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവർക്കും PR ഒക്കെ കൊടുത്ത് ഗവൺമെൻറ് ഇവിടെ അവരെ നിലനിർത്താനാണ് ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെയായിരുന്നു പല വിദേശ രാജ്യങ്ങളും സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നത്. കാലം മാറി. ഇന്നിപ്പോൾ ട്രേഡ് മേഖലയിൽ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് രണ്ട് കൈ നീട്ടി ഓരോ രാജ്യങ്ങളും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടിലൊക്കെയുള്ള പല കൺസ്ട്രക്ഷൻ മേഖലയിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ പലരും വിചാരിക്കാറുണ്ട് വിദേശ രാജ്യങ്ങളെന്ന് പറയുന്നത് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ വളരെയധികം ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന ആൾക്കാർക്കും വേണ്ടി മാത്രമുള്ളതാണ് എന്നുള്ളത്. പക്ഷേ ഒരിക്കലും അല്ല. നിങ്ങളെപ്പോലെയുള്ള ട്രേഡ് രീതിയിൽ വർക്ക് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ ഇങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ആകെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഇതിൻ്റെ ബേസിക് ഒരു ഇംഗ്ലീഷ് നോളജ് മാത്രം മതി ഇതിനെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട്. ഇങ്ങനെയൊക്കെ ന്യൂസുകൾ വരുന്ന മുറയ്ക്ക് തന്നെ പല വ്യാജമായിട്ടുള്ള ഏജൻസികളും ഇങ്ങനെ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് നിങ്ങളെ അപ്രോച്ച് ചെയ്തെന്ന് വരാം. അതിലൊന്നും വീഴാതെ നിങ്ങൾ വളരെ ബുദ്ധിപരമായിട്ട് പല ആൾക്കാരോടും ചോദിച്ചിട്ട് ഇതെല്ലാം കൺഫേം ചെയ്തിട്ട് മാത്രമേ ഇതൊക്കെ അപ്ലൈ ആവൂ. ഏറ്റവും ബെസ്റ്റ് സെൽഫായിട്ട് അപ്ലൈ ചെയ്യുന്നത് തന്നെയാണ്. അതിന് ആരെങ്കിലും സഹായം എടുത്താലും ശരി സെൽഫ് അപ്ലൈ ചെയ്യുന്നതാണ് എപ്പോഴും നിങ്ങൾക്ക് നല്ലത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതൊക്കെ മുറയ്ക്ക് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.